ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്കിന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ കാന്തല്ലൂർ മറയൂർ ഭാഗത്തേക്ക് ഒരു ചെറിയ യാത്ര നടത്താം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ചുങ്കാല ചെന്നിട്ട് എന്റെ വീട്ടുകാരും കൂടി എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങ് യാത്ര ആരംഭിച്ചാലോ. അങ്ങനെ നമ്മൾ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അവരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വണ്ടി കയറിക്കോ. നേരം വൈകിക്കണ്ട. അപ്പൊ അവരെ വണ്ടി കയറ്റിയിട്ട് ഞാൻ വണ്ടി കയറാൻ പോവാണ് ഗൈസ്. അപ്പുറത്തെ ശരവണ ഭവനുണ്ട്, ഭയങ്കര തിരക്കാണ്. പിന്നെ എനിക്കത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞ വട്ടം പോയപ്പോൾ. സോ നമ്മൾ ഇവിടെ വേറൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയിരിക്കണേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ മസാല ദോശയും നെയ്റോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് ക്രിസ്മസ് ആണ് എന്നുള്ള കാര്യം. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് മൂന്നാർക്ക് പോകുന്ന വഴി എല്ലാം തന്നെ ബ്ലോക്കായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് വെറൈറ്റിക്ക് നമുക്ക് ഈ വട്ടം തമിഴ്നാട് കൂടി പോവാം, പൊള്ളാച്ചിയൊക്കെ കൂടി പോവാം എന്ന് വിചാരിച്ചു. സോ ആ വഴിയാണ് നമ്മൾ ഇപ്പോൾ കാന്തല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ തമിഴ്നാട് എന്ന് പറയുന്നത്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ആൾക്കാർ പരിചയപ്പെടുമ്പോഴും ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ ഈ തമിഴ് ആൾക്കാരാണെന്ന് നമ്മൾ പറയൂലേ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ കാണുന്ന പേരയ്ക്കും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ട് പോണേട്ടാ. നമ്മുടെ വീട്ടുകാർ ഒന്നിനൊന്ന് മെച്ചായ കാരണം കൊണ്ട് തന്നെ കാറിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആനമലയിൽ കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ കുറേ അധികം ഡ്രൈവ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്ന പാടെ നമ്മൾ കിട്ടിയ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കാന്തല്ലൂർ അല്ലെങ്കിൽ മറയൂർ ഭാഗങ്ങൾ അത്രയും നല്ലൊരു ഹോട്ടൽ ഞാൻ കണ്ടില്ല കേട്ടോ. എന്തായാലും നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയും റൈസും എല്ലാം കഴിച്ച് മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒരു റൗണ്ടും അടിച്ച് നമ്മൾ നേരെ പോകുന്നത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേയധികം കേട്ടിട്ടുണ്ട് നമ്മൾ ഈ മറയൂർ ശർക്കരേനെ പറ്റിയിട്ട്. അതായത് ബൗദ്ധ സൂചിക പട്ടികയിൽ ഇടപിടിച്ചിട്ടുള്ള ആളാണ് മറയൂർ ശർക്കര എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ലോകത്ത് ആകെ ഒരു സ്ഥലത്താണ് കൈപ്പാടുള്ള ശർക്കര ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഈ മറയൂർ ശർക്കരയാണെന്നാണ് പറയുന്നത്. പിന്നെ കുറേയധികം ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കരിമ്പും തോട്ടങ്ങളിൽ നിന്നുള്ള ആ കരിമ്പ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്ത് ചാറാക്കി ആ കാണുന്ന പച്ച ടാങ്കിൽ ഒഴിച്ചു വയ്ക്കും. ഇത് ഏകദേശം 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ് കേട്ടോ. എന്നിട്ട് അതിന് നമ്മൾ ഈ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി തിളപ്പിച്ച് തുടങ്ങും. ഇനി തിളപ്പിക്കാൻ വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നതും ഇവർ അരിച്ചെടുത്ത് കഴിയുമ്പോൾ, അതായത് കരിമ്പ് ഇങ്ങനെ ജ്യൂസാക്കി കഴിയുമ്പോൾ ചണ്ടി വരുമല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത് കത്തിക്കുന്നത് കേട്ടോ. സോ കരിമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തിളച്ച് വരുന്ന ആ ഒരു പാനീയം ഈ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റും. അവിടെ നിന്നാണ് ഇതിനെ അച്ചിലേക്ക് മാറ്റുന്നതും. അതേപോലെ ചേച്ചിമാതി കൈ വെച്ച് ഇങ്ങനെ കൈപ്പാടുള്ള രീതിയിൽ റൗണ്ട് ഷേപ്പിലും ശർക്കര ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റിക് കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ്. പലതരം ശർക്കര കേന്ദ്രങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ആയ കാര്യം കൊണ്ട് ആദ്യം കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ പോവില്ലേ. ഇപ്പോഴേ ഓൾറെഡി ലൈറ്റൊക്കെ പോയിട്ടുണ്ട്. സോ നമ്മൾ കേക്ക് മുറിക്കാനാണ് ഫസ്റ്റ് പോകുന്നത് കേട്ടോ. അപ്പോൾ റിസോർട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പുറത്ത് ഇരുന്നിട്ടാണ് കേക്ക് മുറിക്കുന്നത്. ഹാപ്പി ക്രിസ്മസ് ടു യു, ഹാപ്പി ക്രിസ്മസ് ടു യു. ഞങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പാരൻസ് തമ്മിൽ ടൂർ പോകലുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധ എല്ലാ ക്രിസ്മസിനും അല്ലെങ്കിൽ ന്യൂ ഇയറിനും ഇവർ ടൂറ് പോവും. പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് വെച്ച് കേക്ക് മുറിക്കുക എന്നുള്ളത് അവർക്കൊരു ട്രഡീഷനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ട്രഡീഷൻ നമ്മൾ വന്നു എന്ന് വിചാരിച്ചിട്ടും നമ്മൾ തെറ്റിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൂടെ പുറത്തു നിന്ന് കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൂടെ കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. എന്താ ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരു ബെഡ് ഉണ്ട്. ഡ്രസ്സ് മാറല മുത്തുണ്ണി, ഡ്രസ്സ് മാറല്ലേ. ഞാൻ പിന്നെ സെൻസർ ബോർഡിനൊക്കെ കൊടുത്താൽ സെൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ ഇവിടെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ TV, കെറ്റില്, കോഫി മെഷീൻ, എല്ലാ ഹോട്ടലിലും ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ തന്നെ ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ പാൻറ്റൊക്കെ എങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞാനുണ്ട്. ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ശരിക്കും നമ്മൾ ബ്രഹ്മരം വ്യൂ പോയിന്റിന് ഏകദേശം 200-300 മീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത്. സോ ആ ഒരു
ആ ഒരു താഴ്ച മുഴുവൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഫോണിൽ കൂടെ കാണുമ്പോൾ അത്രയും ഇതായിട്ട് തോന്നുന്നുണ്ടാവില്ല, പക്ഷേ ഈ കാണുന്നതൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഡ്രസ്സ് മാറില്ല മുത്തുണ്ണി, നോ. ഇനി ഇവരെല്ലാവരും ഡ്രസ്സ് മാറിയിട്ട് കൂടുതൽ ചാടാൻ പോവാണ്. ഞാൻ ചാടുന്നില്ല, അത്യാവശ്യം തണുപ്പൊക്കെ വരുന്നുണ്ട്, സോ ഞാൻ ചാടുന്നില്ല ഗൈസ്. എങ്ങനെയുണ്ട് മുത്തുണ്ണി? തണുപ്പ് എന്തോറുണ്ടെന്ന് പറയൂ. ഇങ്ങനെ ഇറങ്ങടാ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇറങ്ങടാ, വാടാ, മറ്റേ സീനിയേഴ്സിലെ പോലെ ഇറങ്ങടാ, ഇറങ്ങ്. വെള്ളായിട്ട് നല്ല നല്ല തണുപ്പുണ്ട് തോന്നുന്നു. എല്ലാവരും എന്താ വിറക്കണേ, ഓരോരുത്തരും വിറച്ച് വിറങ്ങലിക്കാണ് ഗൈസ്. മൂത്തവൻ പോയിട്ടുണ്ട് ഡ്രസ് ചെയ്യാനായിട്ട്. മൂത്തുണ്ണി നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പിൽ നമ്മളിങ്ങനെ കുറേ സ്ഥലങ്ങൾ ഓടി നടന്ന് കാണുക എന്നുള്ളതല്ലായിരുന്നു കേട്ടോ നമ്മുടെ എയിം എന്ന് പറയുന്നത്. വീട്ടുകാർ എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് കൂടുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ഉള്ള ആ ഒരു ഫണ്ണി മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത് അല്ലേ. അങ്ങനെ എല്ലാവരും കൂലിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. ഇതിലിപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് ഇറങ്ങാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാ രാത്രിയായി തുടങ്ങി, ലൈറ്റൊക്കെ കത്തിച്ചു. നമ്മളോട് എത്ര മണിക്കാണ്? 8:30 ഡിന്നർ ടൈം പറഞ്ഞ് 8:30 വരണം. എന്താ ജിയാനൊക്കെ ഒക്കെ കുളിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും നനഞ്ഞ കോഴിയായിട്ട്. മുത്തുണ്ണി നീ വിറയ്ക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ അവരെ കൊണ്ട്. ഇത് നമ്മുടെ ഈ പാക്കേജിലൊന്നും ഇൻക്ലൂഡഡ് അല്ലായിരുന്നു, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. സോ ക്യാമ്പ് ഫയറും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഞങ്ങളുടെ വീട്ടുകാരുടെ പെർഫോമൻസ് കാണണ്ടേ നിങ്ങൾക്ക്? അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ കിടന്ന് തുള്ളി. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലേദിവസം നമ്മൾ പുലർച്ചെ എഴുന്നേറ്റ് വന്ന കാരണം കൊണ്ട് തന്നെ ഓർക്കക്ഷീണമുള്ള കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾക്ക് നേരത്തെ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം കുറച്ചും കൂടി സ്ഥലങ്ങൾ കാണാൻ പോവാം എന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് എത്തിയിട്ടോ. ഇവിടുത്തെ ഡിന്നർ എനിക്ക് അത്ര ഇങ്ങ് പിടിച്ചില്ല. കാരണം വേറെ ഒന്നുമല്ല, ഫുഡ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഫ്രൈഡ് റൈസ് വന്നു, അതിനുശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കറികൾ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ പ്ലേറ്റിൽ നോക്കിയാൽ കാണാം, നമ്മൾ നന്നായിട്ട് ചാടി മരിച്ച് വന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വിശക്കുന്നും ഉണ്ടായിരുന്നു. സോ നമ്മൾ ചോറ് മാത്രമാണ് വാരി തിന്നുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി, ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മളിതാ നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് എഴുന്നേറ്റു. നല്ല ഹാപ്പി മോർണിംഗ് ആയിരുന്നു കേട്ടോ പിറ്റേ ദിവസം. കാരണം തലേദിവസം നന്നായിട്ട് ഉറങ്ങാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ കോഫിയും കുടിച്ച് നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റിന് പോവുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്ളോഗിൽ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും കാണുന്നുണ്ടായിരിക്കാമല്ലോ. ഞാൻ മാക്സിമം കട്ട് ചെയ്ത് ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എല്ലാതും ചെറിയ ചെറിയ ഷോട്ടുകളായിട്ട് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളൊരു ഫോട്ടോഷൂട്ടിന് കയറി. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇനി അടുത്തൊരു കൊല്ലത്തേക്ക് നമുക്ക് ബർത്ത്ഡേകൾ വരില്ലേ, അപ്പോൾ നമ്മൾ ആ ഉള്ളപ്പം നിന്നിട്ടുള്ള ഫോട്ടോ സ്റ്റാറ്റസ് ഇടണ്ടേ. സോ ഞങ്ങൾ എല്ലാ കൊല്ലവും നാട്ടിൽ വരുമോ അല്ലെങ്കിൽ അവരിവിടെ വരുമോ നമ്മൾ എല്ലാവരും ഒപ്പം നിന്നിട്ടുള്ള ഓരോ ഫോട്ടോസ് എടുക്കും. സോ പഴയ ഫോട്ടോസ് നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ആർക്കും കാണേണ്ട, പുതിയ പുതിയ ഫോട്ടോസ് കാണാം എന്നുള്ള രീതിയിലും. അതുമാത്രമല്ല നമുക്ക് ഓരോ കൊല്ലം ചെല്ലും തോറും നമ്മുടെ ഫേസിലും ഒക്കെ മാറ്റങ്ങൾ വരുമല്ലോ. സോ അതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അത് ചെയ്യുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബ്രഹ്മരം വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ.
ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ജീപ്പൊക്കെ വിളിച്ചിട്ട് പോകേണ്ടി വരും എന്നാണ്. പക്ഷേ നമ്മുടെ റിസോർട്ടിൻ്റെ പിന്നിക്കൂടെ തന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള വഴിയുണ്ട്. സോ ജസ്റ്റ് ഒരു 200 ഒരു 400 മീറ്റേഴ്സിൻ്റെ ഉള്ളിലായിരുന്നു നമ്മുടെ ഈ റിസോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ രാവിലെ എഴുന്നേറ്റപ്പോൾ ആൾ നമ്മളോട് പറഞ്ഞു ഈ പിന്നിലൂടെയുള്ള വഴി കൂടെ പോയാൽ മതി, നിങ്ങൾ പെട്ടെന്ന് എത്തും എന്നുള്ളത്. പക്ഷേ കുറച്ച് ഓഫ് റോഡായിരുന്നു, എന്നാലും നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രഹ്മരം വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഏറുമാടൊക്കെ ഉണ്ട് കേട്ടോ, കണ്ട നിറച്ച ആൾക്കാരുണ്ട്. അത്ര 1000 വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നല്ലടാ പറഞ്ഞേ. 1000 വണ്ടി 1500 വണ്ടി ഇന്ന് മാത്രം കാന്തല്ലൂർക്ക് കയറിയത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ അത്രമാത്രം തിരക്കുണ്ടാവും എന്നാണ് നമ്മളോട് റിസോർട്ടുകാർ പറഞ്ഞത്. ഈശ്വരാ, ഇവിടെ പട്ടി ഉണ്ടായി, ഞാനതിനെ കണ്ടില്ല, പിന്നീന്ന് അവർ വിളിച്ചു പറഞ്ഞതാ. അങ്ങനെ നമ്മൾ ബ്രഹ്മരം വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ശരിക്കും നമ്മൾ വരുമ്പോൾ 50 രൂപ ഒരാൾക്ക് എൻട്രൻസ് ഫീസായിട്ട് കൊടുക്കണം. പക്ഷെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ആയി കാരണം കൊണ്ട് ആൾ പറഞ്ഞു റിസോർട്ടിൽ നിന്ന് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് വാങ്ങില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ബ്രഹ്മരം വ്യൂ പോയിന്റ് കേട്ടോ. അങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു ടീമിനെ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെയും ഒരു ഫോട്ടോ എടുക്കാം എന്നുള്ളത്. കാരണം മൊത്തം വെയിലാണ്, നമ്മുടെ ക്യാമറയിൽ എന്തോരം എടുത്തിട്ടും ആ ഒരു ഭംഗി കിട്ടുന്നില്ല. സോ ഇവരെടുക്കുന്ന ആ ഒരു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല രസമുണ്ടല്ലോ, അത് നമുക്ക് ഒരെണ്ണം എടുക്കാം എന്നുള്ളത്. അങ്ങനെ നമ്മളും എടുത്തു ഒരു ഫോട്ടോ. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു ഗൈസ്. ഈ ഫോട്ടോ തംബ്നെയിൽ ഇടാം അല്ലേ, നമ്മൾ എടുത്തതിനേക്കാളും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ ഇത്. അപ്പം ഈ ഫോട്ടോ നമ്മൾ തംബ്നെയിൽ ഇടുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ഫോണിൽ എടുത്താലും ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ, അത് ഇവർ തന്നെ എടുക്കണം. രസമായിട്ടുണ്ട്. അപ്പം എല്ലാവരും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ബ്രഹ്മരം വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വേറെ ഒന്നല്ല, ഈ ടാർപ്പായും കാര്യങ്ങളും ഒന്നും വലിച്ചു കെട്ടാണ്ട് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിന് ഒരു എസ്തറ്റിക് വ്യൂ കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ എന്തൊരു സാധനം എവിടെ ഉണ്ടാക്കിയാലും അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ആസ്പെറ്റോസോ അല്ലെങ്കിൽ കുറച്ച് ടാർപ്പായോ കാര്യങ്ങളൊക്കെ വലിച്ചു കെട്ടി അതിൻ്റെ ഒരു ഭംഗി കളയാറുണ്ട്. അടുത്തത് നമ്മൾ പോകുന്നത് പുൽത്തൈലം ഉണ്ടാക്കുന്നത് കാണാനും വാങ്ങാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും ആ ഒരു സ്ഥലം പോയി കാണണം. കാരണം ഇത്ര പ്യുവറായിട്ട് ഇത്ര ട്രഡീഷണൽ രീതിയിൽ പുൽത്തൈലം ഉണ്ടാക്കുന്ന വേറൊരു സ്ഥലം കേരളത്തിലില്ല എന്നൊക്കെയാണ് പറയുന്നത്. സോ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവിടെ പോകുമ്പോൾ നമുക്കത് നോക്കണം, എന്താ സംഗതി എന്നുള്ളത് അറിയണം എന്നുള്ളതൊക്കെ. സംഭവം വളരെ സത്യമാണ് കേട്ടോ. അത്ര ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. വെറും 150 രൂപയാണ് അവരൊരു ചെറിയ ബോട്ടിലിന് ഈടാക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഫാമിൽ നിന്നും കിട്ടുന്ന എല്ലാത്തര പച്ചക്കറികളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന ആ റിസോർട്ട് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ടാണ് ബ്രഹ്മരം വ്യൂ പോയിന്റും വരുന്നത്. അപ്പം നമ്മൾ പതിയെ വീട്ടിലോട്ട് തിരിച്ചു. ഇനി പോകുന്ന വഴിക്ക് ഓരോന്ന് കണ്ടിട്ട് പോകാം എന്നുള്ളത്. കാരണം നമ്മൾ വന്നതിനേക്കാളും കൂടുതൽ ട്രാഫിക്കാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാണ് നമ്മളോട് നമ്മുടെ റിസോർട്ടുകാരൻ പറഞ്ഞത്. എനിക്ക് തമിഴ്നാട്ടിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അവിടെ എത്താറാകുമ്പോൾ തുടങ്ങി നമ്മൾ പനകൾ കണ്ടു തുടങ്ങും, പിന്നെ കാളവണ്ടികൾ കണ്ടു തുടങ്ങും. ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് ആൾക്കാരിരുന്ന് സംസാരിക്കുന്നത് കാണാം. അതിങ്ങനെ ഭയങ്കര എന്താ പറയുക, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓൾറെഡി എനിക്ക് പച്ചപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ നെതർലാൻഡ്സിൽ വീട് വാങ്ങുമ്പോഴും, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എൻ്റെ വീടിൻ്റെ മുൻഭാഗം ഫുള്ളും പാടാണ്. സോ ആ ഒരു പച്ചപ്പ് കണ്ട് നമുക്ക് ഇരിക്കാം എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് കാരണം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് നമ്മുടെ തമിഴ്നാട് പൊള്ളാച്ചി ആ ഭാഗങ്ങളൊക്കെ ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വട്ടം നമ്മൾ തിരിച്ചു വന്നതും ആ വഴിയെ തന്നെയാണ്. തിരിച്ചു വന്ന വഴി നമ്മൾ കുറച്ച് ഫുഡും കൂടി കഴിച്ചു കേട്ടോ. ഞാൻ ഇനി ഫുഡിൻ്റെ വീഡിയോസ് ഇടുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് ഫുഡിൻ്റെ വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങിയ സ്ഥലത്ത് നല്ലൊരു ഹോട്ടൽ കണ്ടു. വയറ് നിറച്ച് എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം നമ്മൾക്ക് അവിടെ നിന്ന് അത്രയും ഇഷ്ടപ്പെടാത്ത ഫുഡുകളാണ് പല നേരത്തും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മൾ പതുക്കെ വീട്ടിലോട്ട് ചലിക്കുകയാണ്. ഇതാർക്കും അത്ര ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമില്ല നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് പോയേ പറ്റുള്ളൂ. നമ്മളെ വെയിറ്റ് ചെയ്ത് അടുത്ത ട്രിപ്പുകൾ ഇരിക്കുന്നുണ്ട്. സോ നമുക്കെല്ലാവർക്കും കൂടി വീണ്ടും അടുത്ത ട്രിപ്പുകൾ പോവാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും
ബൈ.